രാവിലെ എൻ്റെ റൂം കിടക്കുന്ന അവസ്ഥയ്ക്ക് It's molding. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. Good morning. ഗുഡ് മോർണിംഗ് ആലീസ്. മോർണിംഗ്. ഇന്ന് നമ്മൾ ഒരു പുതിയ യാത്രയ്ക്ക് ലോകയാത്രയല്ല ഇന്ത്യ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ ഈ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഫി മോളിൽ ടെറസിൻ്റെ മുകളിൽ പോയാണ് കിടന്നത്. നമ്മൾ പിന്നെ ഇവിടെ കിടന്നു. സോഫിക്ക് ചന്ദ്രനൊക്കെ കാണണമെന്ന് പറഞ്ഞു അവിടെ പാതിരാത്രി പോയി കിടന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തൊണ്ട വയ്യ, സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര ഒരു സർപ്രൈസിങ് യാത്രയാണ്. ഞാൻ പറഞ്ഞുതരാം. അവസാന മൊമെൻറ്റിൽ എൻ്റെ ബാഗ് പാക്ക് ചെയ്തു. എൻ്റെ ബാഗ് കരോളയുടെ വീട്ടിൽ അങ്ങ് ഓസ്ട്രേലിയയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ബാഗ് കളഞ്ഞിട്ട് വേറെ ബാഗ് എടുത്തു. ഈ ബാഗിലെ ഈ ക്ലിപ്പെല്ലാം പൊട്ടി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേറെ ബാഗിൽ നിന്ന് എടുത്ത് ഈ ക്ലിപ്പ് വലിച്ച് വാരി ഇട്ട് ഒന്ന് ശരിയാക്കി. ഈ ക്ലിപ്പൊന്നും ഇല്ല കേട്ടോ, പണി കിട്ടും. എൻ്റെ കയ്യിലുണ്ടായിരുന്നു നല്ലൊരു ബാഗ് ഞാൻ എൻ്റെ കസിന് എടുത്ത് കൊടുത്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ പെട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊരു ബാഗില്ല. അപ്പോൾ ഞാൻ ഇനി പാക്ക് ചെയ്തു. കുളിക്കട്ടെ, റെഡി ആവട്ടെ, പോട്ടെ. അവസാനത്തെ ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ ഇവിടെ ഷാർജ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പോകുന്നതിന് മുമ്പേ അവസാനത്തെ മൊമെൻറ്റിൽ ഇവർക്ക് ഷാർജ് അടിച്ചു കൊടുക്കാൻ വേണ്ടി ഷാർജ. Here you go. Thank you. Here you go. Thank you. Nani. Here I go. ലാസ്റ്റ് മൊമെന്റ് സമയമായി. ഹലോ, വീട്ടിൽ വാ. വണ്ടി വരും ഇപ്പം. വീട്ടിൽ ഇങ്ങോട്ട് വാ, താഴോട്ട്. ഓക്കെ. സമയമില്ലാന്ന് ഇപ്പോഴാണല്ലേ അറിയാന്നുള്ളത്. ശരി. കസിൻ്റെ കൂടെയാണ് പോകുന്നത്. ആക്ച്വലി കസിൻ ലാസ്റ്റ് അവസാന വട്ടത്തിൽ ലേറ്റായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് സമയമില്ലാന്ന് പറയുന്നത്. ഷാർജയുടെ ക്ലാസ് കൊണ്ടുപോകണം കേട്ടോ. അവൾക്ക് ഇഷ്ടമായി. തൻസീറാക്ക എവിടെ കൊണ്ടുപോകണം നമ്മളാ? സ്ഥലമൊന്നും പറയത്തില്ല. തൻസീറാക്കാണ്. ഇത് സുവാന, ഇത് ആമിന എല്ലാവർക്കും അറിയാമല്ലോ. ആമിനയാണ് ഫേമസ്. ഷാങ്കാക്ക കുറേ ബാഗുണ്ടല്ലോ. നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ കയറി കൊച്ചുവേളിയുടെ പുതിയ നാമം തിരുവനന്തപുരം നോർത്ത് എന്നാണ്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നത്. നിങ്ങളെവിടെയാ പോകുന്നേ? നമ്മളെവിടെയാ പോകുന്നേ? എവിടെയാ പോകുന്നേ? ട്രിപ്പ് എങ്ങോട്ട്? നോർത്ത് ഇന്ത്യയിലെവിടാ? രാജസ്ഥാൻ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, പിന്നെ മണാലി, ഹിമാചൽ. സുവാന. ഓക്കെ. പിന്നെ നമ്മളൊരു സൗത്ത് പ്ലേസ് ഉണ്ട്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗോവ. അപ്പം നമുക്ക് മൂന്നോർക്കും ഓഫറുണ്ട് ഇവരുടെ കൂടെ സഞ്ചരിക്കാൻ. കാരണം ഇവരുടെ കൂടെ സഞ്ചരിച്ചാൽ എത്ര 60 പെമ്പിള്ളേരാ? 60 പെമ്പിള്ളേർ കൂടെ കാണും. അപ്പം ഞാൻ അതുകൊണ്ട് പെമ്പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. കാരണം 60 ഹോമിയോ കോളേജിലെ പെമ്പിള്ളേരെയും കൂട്ടി ടൂർ കൊണ്ടുപോവാണ് കേട്ടോ. എൻ്റെ കാക്ക പുള്ളി ഇതുപോലെ ഇങ്ങനെ ടൂറൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയുടെ കൂടെ. പുള്ളി എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് കൂടാൻ വേണ്ടി പോകുന്നത്. ബോറടിക്കുമ്പോൾ ഞാൻ അപ്പോൾ ഇറങ്ങും. ഹലോ കേട്ടില്ല. ട്രെയിൻ സ്റ്റേഷനിൽ വന്നു. എന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒരാൾ വന്നല്ലോ. ഹലോ. പനിക്കാപ്പിയാ? അരിക്കാത്തോ? എനിക്ക് വേണ്ടി ചുക്ക് കാപ്പി. What else you have? I just got one. എനിക്ക് വേണ്ടി മെയ് ഡബിൾ പവർ. Not for you. Huh? Not for you. Yeah, I have one. മെയ്ക്കും എനിക്കും വേണ്ടിതാ ചുക്ക് കാപ്പിയൊക്കെ കൊണ്ടുവന്ന്. അരിക്കാത്തോ മെയ്? I'm going finally. You wanna come with me? I want to. You want to? I want to. പിന്നെ വാ. What? അവൾക്ക് വരണമെന്നാ കേട്ടോ. പിന്നെ വാ പോവാം വാ. നമ്മുടെ ഇൻഡോറിലോട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ. കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോർ പോകുന്ന, ആഴ്ചയിൽ ഒരിക്കൽ പോകുന്ന ട്രെയിനാണ്. മെയ്, Bye. താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ. എനിക്ക് ചുക്ക് കാപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് മെയ് എന്നെ ഇവിടെ പറയാനായിട്ട് വിടാൻ വേണ്ടി വന്നതാണ്. പഴയ ട്രെയിനാണ് കേട്ടോ ഇൻഡോറിലോട്ട് പോകുന്നത്. ഞാൻ കുറേ ഫോളോവേഴ്സൊക്കെ വന്ന് ഹായ് ബായ് ഒക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻഡോറിലോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇൻഡോർ ട്രെയിനിൽ കയറി. പക്ഷേ എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ എങ്ങോട്ട് പോകുന്നത്. എൻ്റെ കസിൻസ് എല്ലാം ഗോവയിലാണ് പോകുന്നത്. അവരെന്നെ ഗോവയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് എപ്പോൾ ബോറടിക്കുന്നു അപ്പോൾ ഇറങ്ങാം. മെയ് 5 more minutes. ഓക്കെ.
5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞാൻ മെയിനെ ഇവിടെ പറയും. മെയ് സി യു ആൻഡ് സി യു സൂൺ ഇൻ സംവെയർ. ഓക്കെ ആൻഡ് യാ, അപ്പോൾ വേറൊന്നും പറയാനില്ല. നെക്സ്റ്റ് തവണ വരുമ്പം മെയ് അടിപൊളിയായിട്ട് മലയാളമൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ ട്രെയിനിലെ യാത്ര തുടങ്ങി. തൻസീറാക്ക, ആമിന, സുഹാന ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. നമ്മൾ ലോക്കൽ ടിക്കറ്റിൽ നമ്മളിവിടെ കയറിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ലോക്കലിലോട്ട് പോകും കേട്ടോ. തൻസീറാക്ക പറഞ്ഞു നമുക്ക് AC അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ലോക്കലിൽ പോവാം. ഞാൻ പറഞ്ഞു സെറ്റാക്കി, കുഴപ്പമില്ല. സീറ്റില്ല പക്ഷെ എഴുതി തരാം. നമ്മൾ യാത്ര തുടങ്ങിയുള്ളൂ. ഇവിടെ ചിപ്സൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവയിൽ പോകാൻ. ഇവരുടെ പ്ലാന് ഗോവയിൽ പോയിട്ട് ഇവിടെ ഗോവ ഒരു ദിവസം സ്റ്റേ, പിന്നെ അവിടെ നിന്ന് ഇവർ ജോധ്പൂർ പോകും. ജോധ്പൂരിൽ നിന്ന് ജയ്സൽമേരിൽ നിന്ന് പിന്നെ ഡൽഹി, അമൃത്സർ, ഡൽഹി, മണാലി, ഋഷികേശ് 16 ദിവസത്തെ കോളേജ് ട്രിപ്പാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ട്രിപ്പ് 5 ദിവസം ഉണ്ടാവും. 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ഡൽഹി മണാലി വേറെ ഒരു കോളേജ് ട്രിപ്പ്. അത് വേറെ ആരോ കൊണ്ടുവരും. കകര ടീമിലെ മെമ്പേഴ്സ് ഒരു പ്രോ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഗോവ വരെ പോകുന്നു. ഗോവ വരെ പോയാൽ ഫ്രീ ആയിട്ട് കിടക്കാം. തൻസീറാക്ക എല്ലാം നോക്കിക്കോളും. പിന്നെ 30 പേരുണ്ട്. 30 പേരിൽ 28 പെമ്പിള്ളേർ. അതുകൊണ്ട് മാത്രം ഞാൻ പോണില്ല. നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെന്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. സ്ലീപ്പർ ചില സമയങ്ങൾ അപ്രതീക്ഷം ഒന്നും അറിയില്ല. ഡെസ്റ്റിനി ഐശ്വര്യ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പോയി നമ്മൾ നോക്കിയപ്പം ഒരാൾ ഇങ്ങനെ എവിടെ പോവാ എൻ്റെ അമ്മോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ തിരിച്ച് AC വന്നിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് മാമി ഓൾറെഡി കുറച്ച് ചോറും കറികളൊക്കെ വിട്ടിട്ടുണ്ട് എല്ലാവരും കൂടെ കഴിക്കാനായിട്ട്. അവിടെ ആമിന ഒരു പൊതി, അവിടെ വേറെ പൊതി. ലെറ്റ്സ് ഹാവ് സം ഫുഡ്. റൈസ്. ഓ, ചമ്മന്തി, മീന്. അവിടെ ഒരു മീൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. മീന് തന്നെ മീനുണ്ട്. ഇവിടെ അവർ പൊളിറ്റിക്സ്, റിലീജിയനൊക്കെ സംസാരിച്ചുകൊണ്ട് കഴിക്കാം. ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞു. കുറേ ആൾക്കാർ നല്ല കംഫി AC കേട്ടോ. ഇറ്റ്സ് സോ കംഫർട്ടബിൾ റൈറ്റ്? I prefer the locals. Then go. Yeah. നമ്മളോട് അടുത്ത് കുറേ ചിപ്സ് ആണോടാ? ബനാന ചിപ്സ്. നമ്മൾ ആക്ച്വലി കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ. ഇവര് ടൂറിന് പോകുന്ന പിള്ളേരാണ് കേട്ടോ. ഞാൻ ഹായ് അടിക്കാൻ പറഞ്ഞില്ല, ഉടനെ ഹായ് ഉള്ളത് ചുമ്മാ കേട്ടോ. അപ്പൊ ഇവര് വീട്ടിൽ നിന്ന് എല്ലാരും പല ഫുഡ് കൊണ്ടുവന്ന് നേരത്തെ ആയിരുന്നെങ്കിൽ വന്നിട്ട് ഓരോന്നെങ്കിൽ കൈയിട്ട് വരായിരുന്നു കേട്ടോ. ഇവരൊക്കെയാണ് ടൂർ പോകുന്നത്. ഹായ്, പേരെന്താ? എവിടെ പോകുന്നു? ഓൾ ഇന്ത്യ ട്രിപ്പായിട്ട് പല സ്ഥലത്തും പോവാണ്. ആദ്യമേ ഗോവയിലോട്ടാ പോകുന്നത്. ഇനി ഞാൻ അവിടെ കാണിക്കാം, അല്ലെങ്കിൽ അവരെന്നെ ഇടിക്കും കേട്ടോ. പിന്നെ മാത്രം കാണിച്ചു വന്ന്. നിങ്ങളുടെയൊക്കെ പേരെന്താ പറ? എന്റെ പേര് ഗൗരി, സ്ഥലം കൊല്ലത്താണ്. ഓക്കെ. എന്റെ പേര് അമൃത, ഞാനും കൊല്ലത്തുന്ന. ഓക്കെ. ഞാൻ കൃഷ്ണ, എറണാകുളം. നന്ദു, വർക്കല. അനു, എറണാകുളം. അഞ്ജലി, ആലപ്പുഴ. ആദ്യമായിട്ടാണോ ട്രിപ്പ് പോകാൻ വേണ്ടി പോകുന്നത്? ഓൾ ഇന്ത്യ ട്രിപ്പ് ആദ്യമായിട്ടാണ്. എങ്ങനെ എക്സൈറ്റഡ് ആണോ? മുകളിലുണ്ടല്ലേ? സോറി പേര് പറ. അഖില എവിടെ സ്ഥലം? എക്സൈറ്റഡ് ആണോ ട്രിപ്പിന്? ഉറങ്ങുവാണോ? എക്സൈറ്റ്മെന്റ് കൂടി ഉറങ്ങാൻ പോകും. എക്സൈറ്റ്മെന്റ്. നിങ്ങൾ ഇത്ര 16 ദിവസോ? 15 ദിവസം. ഏത് കോളേജിൽ നിന്ന് പോകുന്നതാ? തിരുവനന്തപുരം ഹോമിയോ കോളേജിൽ നിന്ന്. ഓക്കെ. ഇവിടെ ഒരു നമ്മുടെ ആയുർവേദ ഡോക്ടർ ഉണ്ട്. ഇവിടെ ഹോമിയോയും ആയുർവേദം ചേരോ? ഹോമിയോ സത്യമാണോ? ചുമ്മാ ആക്കുന്നതാണ്. സത്യമാണ് അതെ. അല്ല, എന്റെ ചില സുഹൃത്തുക്കൾ വരുമ്പോ അവര് ചോദിക്കും യൂറോപ്പിൽ നിന്നൊക്കെ ഹോമിയോയിൽ സത്യമുണ്ട്. അവര് പറയുന്ന പച്ചക്കള്ളോന്നാ. ജർമ്മനിയിൽ നിന്ന്. അത് അവര് പറയുന്നതല്ലേ? ജർമ്മനിയിൽ നിന്ന്. ഓക്കെ, കൊള്ളാം കേട്ടോ. അപ്പൊ എന്തായാലും ആശംസകൾ. അടിച്ചു പൊളിക്കുക. എനിക്ക് നിങ്ങളോട് ഗോവയിൽ വരാനാണ് തനിച്ചിറാക്കി വിളിക്കുന്നത്, പക്ഷെ ഞാൻ വരുന്നില്ല. നിങ്ങൾ എൻജോയ് കേട്ടോ, പൊളിക്കും. കണ്ടതിൽ വളരെ സന്തോഷം. ഞാനൊരു 2-3 തവണ 4-5 തവണ പോയിട്ടില്ല. ഗോവ അടിപൊളിയാ, കൊള്ളാം, കുഴപ്പമില്ല. നിങ്ങൾ രാജസ്ഥാൻ ഇഷ്ടപ്പെടും. എല്ലാ സ്ഥലം കുറച്ച് അത്യാവശ്യം എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. എനിക്ക് ജയ്സൽമേർ ഭയങ്കര ഇഷ്ടം. ജയ്സൽമേർ ഒരു വൈബാ.
ഇഷ്ടപ്പെട്ട ജയ്സൽമേറിലെ ഏറ്റവും കൂടുതൽ ജയ്സൽമേൽ മരുഭൂമി. ജയ്സൽമേലിന് ഉള്ളിലോട്ട് പോകണം, ഈ ബോർഡർ ഭാഗത്തോട്ട്. ഇത് നല്ല രസം. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. തൻസീറാക്കാരുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഞാൻ തൻസീറാക്കാക്ക് ഫ്രീ പ്രൊമോഷൻ കൊടുക്കുക. എൻ്റെ കാക്കായി പോയില്ലേ എടാ എടാ എന്നാ കാര്യമില്ലേ പറയണ കാര്യമാണ് കേട്ടോ പറയുന്നത്. തൻസീറാക്കാന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ തുടങ്ങുമല്ലേ, നമ്മളിനി പയ്യെ ഇന്റർനാഷണൽ ആക്കും. അപ്പം നിങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം കേട്ടോ, നിങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ. തൻസീറാക്ക എന്താ യു അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ്? സോറി, ഐ എം സോറി, ഐ വിൽ ട്രാൻസ്ലേറ്റ്. അപ്പോൾ തൻസീറാക്ക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പാക്കേജ് ചെയ്യും. ഇങ്ങനെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും കുട്ടികളെയും എല്ലാവരെയും കോളേജുകളിൽ നിന്നൊക്കെ ഗ്രൂപ്പ് ടൂർ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇവന്റ് നടത്താറുണ്ടായിരുന്നു, ഇവന്റ് ഞങ്ങൾ നടത്താറുണ്ട്. കൂടുതൽ ഇപ്പോൾ കോളേജ് ട്രിപ്പ്, ഇപ്പോൾ മണാലി, ആഗ്ര, ഡൽഹി. നിങ്ങൾക്ക് എങ്ങനെയാണ് തൻസീറാക്കാരുടെ ട്രിപ്പിന് പരിചയം? തൻസീറൊക്കെയാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നാ? ഓക്കെ, കൊള്ളായിരുന്നു. ഓക്കെ തൻസീറക്ക ഇനി പൈസ തന്നാ മതി, പ്രൊമോഷൻ കഴിഞ്ഞു കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് അവരെയൊക്കെ ഒന്ന് പോയി ഹായ് കാണിച്ചിട്ട്, അല്ലെങ്കിൽ അവര് തെറി വിളിക്കും. ഇവരെ മാത്രം കാണിച്ച് ഇവരുടെ ഒരു വലിയൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. പറ പറ. ഇവിടെ വേറെ കുട്ടികളുണ്ട് കേട്ടോ. ഹായ് കുട്ടികളെ, എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് അല്ല? എന്നെ അറിയാം മുന്നേ? നിനക്ക് മാത്രമേ എന്നെ അറിയാവൂ, ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാ. ഫോൺ ഉപയോഗിക്കാറില്ല അതാ. ഇവരെല്ലാവരും പോവാണ്. അതുകൊണ്ട് അവിടെ കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരെയും ഹായ് കാണിപ്പിക്കാൻ പാടാ. ബ്രോനെ കാണിപ്പിച്ചില്ലേ? ബ്രോ എന്തുണ്ട് പേര്? പറ. അബിൻ. എന്തുണ്ട് വിശേഷം? എക്സൈറ്റഡ് ആണോ? കുറച്ചേ ഉള്ളോ? ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ടല്ലേ? അപ്പൊ എന്തായാലും വിജയാശംസകൾ. തൻസീറാക്ക ട്രിപ്പ് മനോഹരാക്കി എൻ്റെ അടുത്ത് പറയാം. മനോഹരമാക്കിയില്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് കളയും. ഓക്കെ അല്ലേ? ഡീലാണ്. എൻ്റെ കസിനാണെങ്കിലും നല്ലതുപോലെ പൂർത്തിയാക്കണം, എന്നാൽ മാത്രമേ നമ്മള് ചുമ്മാ പറഞ്ഞ. തൻസീറാക്ക ഡീറ്റെയിൽസ് പറ. കണ്ണൂർ ഇറങ്ങാം. എന്നെ അറിയാന്നുള്ള പേരെന്താ? നസീബ. എന്റെ കസിൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ എല്ലാവരുടെ പേരും ചോദിക്കുന്നത്. പേരെന്താ? എവിടെ സ്ഥലം? കൊല്ലം. നിന്നെ കാണിച്ചു. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? സുഹാന കോഴിക്കോട്. സുഹാദ കോഴിക്കോട്. പിന്നെ കണ്ടായിരുന്നോ നേരത്തെ? ഗൗരി കൊല്ലം ജില്ല. ഹായ്. നിങ്ങൾക്ക് ഹായ് പറയാൻ താല്പര്യമുണ്ടോ? ഹായ് അല്ല, പേരും സ്ഥലവും പറഞ്ഞോ. ഇവിടെ ഹലോ ഹായ്. പേരെന്താ? സ്ഥലം എവിടെയാ? നാണം വരുന്നത്, നിങ്ങൾ ഹോമിയോ പഠിക്കുന്നതല്ലേ? നിങ്ങളുടെ പേരെന്താ? എവിടെ സ്ഥലം? അതിലൊരു ഹായ് കൂടെ കൂട്ടി പറഞ്ഞു കേട്ടോ. പിന്നെ പേരെന്താ? എറണാകുളം. ശ്രീലക്ഷ്മി കോഴിക്കോട്. കോഴിക്കോട്. ഗായത്രി ആലപ്പുഴ. ദേവചന്ദ്ര കോഴിക്കോട്. ഓക്കെ. നിങ്ങളുടെ പേര്? സുമിത ആലപ്പുഴ. ആൻസി ട്രിവാൻഡ്രം. ലക്ഷ്മി ഹരിപ്പാട്. ഗൗരി ട്രിവാൻഡ്രം. എല്ലാവരുടെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു എപ്പിസോഡ് തീർന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്താ പറയാ, ഒരു മനോഹരമായിട്ടുള്ള ട്രിപ്പ് ഞാൻ ആശംസിക്കുന്നു. അടിച്ചു പൊളിക്കും. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ആദ്യമായിട്ടാണോ നിങ്ങളൊക്കെ പോകുന്നത്? മുമ്പ് കേരളം വിട്ട് പോയിട്ടുണ്ടോ? കേരളം വിട്ട് പോയിട്ടുണ്ട്. കർണാടക, തമിഴ്നാടൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ട്രെയിൻ ഓൾറെഡി ഫുള്ളായി കേട്ടോ. നമ്മൾ എറണാകുളമൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. ഇതൊന്നും ഇവിടെ മാത്രമേ എക്സൈറ്റ്മെന്റ് ഉള്ളൂ. ഇവിടെ എല്ലാം ശോകമാണ്. എല്ലാവരും ഉറങ്ങിയിരിക്കണോ? അപ്പോൾ അടിച്ചു പൊളിക്കുക കേട്ടോ. ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചു. 16 ദിവസത്തെ ട്രിപ്പല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നും പറയാനില്ല. താങ്ക് യു. കണ്ടതിൽ സന്തോഷം. ഈ വീഡിയോ കാണണം കേട്ടോ. നിങ്ങളെ പേര് ഇത് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. നിങ്ങളെ മാത്രമാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ. ശരി തന്നെ, അടിച്ചു പൊളിക്കും. ഇവിടെ ഒരാൾ വീട്ടിൽ നിന്ന് ഫുള്ള് കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കപ്പയും ചിക്കൻ കറിയും. അതാരാ കൊണ്ടുവന്നേ? റിയ. നോക്കൂ, റിയ ഇൻട്രോട്ടോ. അപ്പോൾ ഇൻവെർട്ടർ റിയ നമുക്ക് ഇതാണ്ടേ മരിച്ചിനിയും ചിക്കൻ കറിയും കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്.
ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആക്ച്വലി കണ്ണൂർ പോകാൻ വേണ്ടി ടിക്കറ്റ് വരെ എടുത്തു കേട്ടോ. ഫൈൻ എമൗണ്ട് കൊടുത്ത് വേറെ ടിക്കറ്റ് വരെ എടുത്ത പ്ലാൻ വീണ്ടും മാറി ഗോവയിലോട്ട് പോവാണ് അവരോടൊപ്പം. Do you think it's your seat? How dare you? How dare to sit on other people's seat? Look at you. It's my seat. No, it's not. ഇവിടെ താണ്ട് ഫുള്ള് ആകെ നമുക്ക് ഈ ഒറ്റ സീറ്റാണ്, പിന്നെ ബാക്കിയുള്ള സീറ്റ് അങ്ങോട്ട്. No, no. Come away with the camera out of my face. Ow. Thank you. ആരാ കൊണ്ടുവന്ന ഉണ്ണിയപ്പം? ഏതൊരു ഫ്രണ്ട് കൊണ്ടുവന്ന. ഒന്നുകൂടെ എടുക്കട്ടെ? രണ്ടെണ്ണം എടുക്കട്ടെ? നമുക്ക് ഉണ്ണിയപ്പം കിട്ടി കേട്ടോ. Wow. അടിപൊളിയാ. Banana. Also. No, it's okay. You take. Thank you so much. മറക്കില്ല, ഇനി മറക്കില്ല, ഇവിടെ ഉണ്ട് കേട്ടോ. കൊണ്ടുവരണം കേട്ടോ. പിള്ളേരുള്ളതുകൊണ്ട് പല ഭക്ഷണങ്ങളുണ്ട്. ഷുഗർ. Yeah, it's made up of this banana ഉണ്ണിയപ്പം. Tastes like banana bread. Then the also coconut. നല്ല അടിപൊളി സാധനം കേട്ടോ. You like it? You like it? അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഗോവയിൽ പോകുന്നു. ഗോവയിൽ പോകുന്നവരെ ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും. ഇത് ഇനി കേട്ടോ ഇവരൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മുടെ അടുത്ത ആഹാരം ചിപ്സോ നിന്നാൽ മതി കേട്ടോ. നിങ്ങളോടൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വേണ്ടേ ചിപ്സ്. നമുക്ക് അടുത്ത ഭക്ഷണം ഇത് അരോണ അല്ല സോറി നമ്മുടെ ഇത് അവിൽ സോറി അവിൽ ഇനി നെക്സ്റ്റ് അവിലല്ലേ? ഇതാരാ തന്നെ അവില്? ഹായ്. ഇരുട്ടായുണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് ഫുഡ് കേട്ടോ അവിടെ. കണ്ടില്ലേ എല്ലാം. I don't want to eat out of your head. You don't want? How's it? I've had it also in the Vipassana. അടുത്ത ഫുഡാണ് കേട്ടോ നടന്നു വരുന്നത്. അതെന്താ? എല്ലാരും ഓരോ സാധനം വെച്ച് കൊണ്ടുവന്നാ. ഇത് നമ്മുടെ നേരത്തെ ഉണ്ണിയപ്പം കേട്ടോ. എലിസ ഉണ്ണിയപ്പം തീർത്തു കേട്ടോ. അത് യു ഗെറ്റ് 10 ഉണ്ണിയപ്പം ടുഡേ. ആ പിള്ളേര് 16 ദിവസത്തിന് കൊണ്ടുവന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ. അവിടെ ഓൾമോസ്റ്റ് നമ്മൾ തീർത്തു. ബോറല്ലേ പിള്ളേരുടെ പാട്ട് പാടാൻ പറ. പിള്ളേർ പാട്ട് പാടോ? നന്ദന പാട്ട് പാട്. ബോറടിക്കുമോ? ഇവിടെ അടുത്ത പാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. तेरी नजरों ने दिल का किया जो फिर असर ये हुआ, मेरे रूप के हो जाओ पर यही है दुआ। आँखों में तेरी अजब सी अदाएं हैं, ओ आँखों में तेरी अजब सी अदाएं हैं, दिल को बनाए जो पतंग सांसें तेरी हवाएं हैं. നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് എത്തിയ പിന്നെ ആളുകൾ പൊതിയും കേട്ടോ എന്നെ. നമ്മുടെ വ്യൂവേഴ്സൊക്കെ കോഴിക്കോട് മലപ്പുറം ടീംസാണ്. കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്നത് അവരാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കിടക്കാനായിട്ട്. ഹായ്. Where are you going? From where? From where? No. Somebody gave you. കോളേജ് പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് പട്ടിണിയില്ല കേട്ടോ. അവരെപ്പോഴും ഇങ്ങനെ ഭക്ഷണം തന്നുകൊണ്ടിരിക്കും. ഉണ്ണിയപ്പം 10-12 ഉണ്ണിയപ്പം കഴിച്ചു. ഗോവേ ഇനി അടുത്ത ഭക്ഷണമാണല്ലോ. വയറ് നിറയും കേട്ടോ. അടുത്ത ഉന്നക്കായ. അടുത്ത നമുക്ക് സമൂസ. ആരുണ്ടാക്കിയതാ സമൂസ? മമ്മിയുടെ പേരെന്താ? സെറീന. മമ്മി ഉണ്ടാക്കിയ സമൂസ.
കോഴിക്കോട് കാണാൻ വേണ്ടി വരുമോ? വന്നു അപ്പൊ തന്നെ എന്നാ ഇവിടെ സമൂസ കൊള്ളാമല്ലോ, കൊള്ളാം, അടിപൊളി. ഞാൻ സത്യത്തിൽ ചുമച്ച് വയ്യ കേട്ടോ. എൻ്റെ ചുമ ഒന്ന് നമ്മുടെ പിള്ളേരെ തന്നെ ബിരിയാണി തന്നു. ഇതെന്താ ആമിന? ഒരു ലോഡ് ഉണ്ണിയപ്പം കേട്ടോ. ഇവർ കറങ്ങാൻ വേണ്ടി വന്ന ഫുഡും കൊണ്ടാണ് കേട്ടോ. ഫുൾ എല്ലാവരും ഒരു ലോഡ് ഭക്ഷണം. എനിക്കൊന്ന് വീട്ടുകാരൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങിയ എല്ലാവരും ഗോവയിൽ ഇറങ്ങുവാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്. ഞാൻ അവരെ പോയി ഇനി വിളിക്കണം. അവരവിടെ എവിടെയോ കിടക്കുവാണ്. രാത്രി ചുമച്ച് ഒട്ടും വയ്യായിരുന്നു. രാവിലെ ആയി. സോഫി, ഗുഡ് മോർണിംഗ്. ഹൗ വാസ് യുവർ സ്റ്റേ? അടാ കഥോടാ, ക്ലോസ് ദ ഡോർ, ക്ലോസ് ദ ഡോർ. How was your sleep? Too short? അവള് വെളുപ്പാലത്ത് 4 മണിക്ക് എണീറ്റു. സൗണ്ട് ഇത് തുറന്ന് നടക്കുന്നത് കേട്ടോ. ഇവിടെ 2 പെമ്പിളരുണ്ട്. മിസോറാം ഏരിയകളാണ്. ഇവർ കറങ്ങാൻ വേണ്ടി കേരളത്തിൽ വന്നു. കേരളം ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം കേരളത്തിൽ നല്ല ലൈഫ് ഇല്ലെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അവർ വർക്കലിൽ നിന്നും പോയില്ല. വെറുതെ 3 ദിവസം അങ്ങോട്ട് ഫോർട്ട് കൊച്ചിയും അവിടെ ആയിട്ട് കിടന്ന് കറങ്ങി, അത്രയേ ഉള്ളൂ. ഇനി അവർ ഗോവയിലോട്ട് പോവാണ്. ഗോവയിലാകുമ്പോൾ നല്ല നൈറ്റ് ലൈഫ് ഉണ്ട്. അങ്ങനെ ഫൈനലി മഡ്ഗാവ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങും. എലിസ് ട്രാവൽ. Sorry, what was your Chinese name? Zhong Ali. I'll call you Zhong or Lee. No, that's Okay, right. Mother Nature. Sorry, daughter. Please, let's go. നമ്മൾ ഇനി ഇറങ്ങുവാണ് കേട്ടോ. You don't feel like Sophia? Okay. ഗോവയിൽ ഈ ട്രെയിനിൻ്റെ പകുതി ആൾക്കാർ ഗോവയിൽ ഇറങ്ങുന്നവരാണെന്നാണ് തോന്നുന്നത്. തിരക്ക് കണ്ടില്ലേ. ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇനി ബസ്സിലോട്ട് പോവാണ്. നമ്മളിനി ബസ്സിൽ എവിടെയോ റിഫ്രഷ് ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ കാണുന്ന ബസ്സിൽ ഓൾറെഡി എല്ലാ കുട്ടികളും ബസ്സിൽ കയറിയിട്ടുണ്ട്. അനുസരാക്ക ടീച്ചർ അടിച്ചോട്ടിക്കോ. നമ്മളങ്ങനെ ഗോവയിൽ ബസ്സിൽ കയറി. നമ്മളെ സീറ്റ് ഇവിടെ ഫ്രണ്ടിൽ. ഹലോ ബാക്കി എല്ലാ ആൾക്കാരും എന്തോ അവിടെ. Welcome to Robot Audio. Bluetooth mode. എല്ലാരും ഉറങ്ങിയിരിക്കുവാണ് കേട്ടോ. ഹലോ, എല്ലാരും ഉറക്കമാണല്ലോ. ആമിന പോയി ആക്റ്റീവ്. നമ്മുടെ ബസ് അവർ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. നമ്മളിനി ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. കാരണം നല്ല ഉറക്കം വരുന്നു. അവർ നല്ല റിഫ്രഷ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ. അമേസിങ്. നമ്മളിവിടെ ക്യാമ്പ് അടിക്കാൻ വേണ്ടി, ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ ഇതൊക്കെ ആക്കി. ഇവിടെ നമ്മുടെ 3 ആളുടെ ടെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ ടെൻറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. സോഫിയയുടെ ഹാമോക്ക്. സോഫിയയുടെ പല്ലിയിക്കുന്നു. പിന്നെ നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നു. നല്ല ടയേർഡ് കേട്ടോ. രാവിലെ 8 മണിക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അവരൊക്കെ റിഫ്രഷ്മെൻറ്റിനൊക്കെ പോയിരിക്കുകയാണ് കുട്ടികൾ. നമ്മൾ അവിടെ അവരെ നിന്ന് കുറച്ച് സ്കിപ്പ് ചെയ്ത് മാറി. Die. No. Come on. I'll take a video. No, I'm not done. Wow. നീ ചാടോ? പിന്നെ നിങ്ങൾ ഉറങ്ങല്ലേ? നിങ്ങളെന്തിനാ ഇവിടെ വന്നേ? നമ്മളിവിടെ വരും. ഒരു റിഫ്രഷ്മെൻറ്റിന് പോകാതെ ഇവിടെ ഒന്ന് കറങ്ങുവാണ് കേട്ടോ. ഒന്ന് റിഫ്രഷ് ചെയ്തില്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും. ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാം. അങ്ങനെ ടെൻറ്റിൻ്റെ അകത്ത് കയറി കിടന്നു. മസ്കിറ്റോ വാ. Now, there, behind here. See, look, here. കൊതുവിനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ അവിടെ സോഫി അവിടെ ടെൻ്റ് അടിച്ച് നടന്നു കേട്ടോ. അവിടെ ഹാമോക്കിൽ
അതിരാവിലെ നമ്മൾ ടെൻറ്റിൽ നിന്ന് എണീച്ചു. സോഫിയോട് ഇത് കിടന്നുറങ്ങി. സോഫി ഇതിൻ്റെ ഇടയിൽ ബീച്ചിൽ പോയി. ഏതോ ഒരു പുതിയ ആളെയൊക്കെ പരിചയപ്പെട്ടു. പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവിടെ പൈനാപ്പിളൊക്കെ സോഫിക്ക് വാങ്ങിച്ചു കൊടുത്തു. गुड मॉर्निंग. ഗുഡ് മോർണിംഗ്. सो कैसे भैया शॉपिंग करना है? എൻ്റെ തൊണ്ട വയ്യ. നമ്മളിവിടെ ടെൻറ്റ് പാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇതാ ടെൻറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളവിടെ നിന്ന് ഒന്ന് റിഫ്രഷ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞു, റെഡിയായി. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അവർ ഓൾറെഡി അവരുടെ ഓൾഡ് ടൗൺ കറങ്ങാനൊക്കെ പോയി. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂപ്പൺ തന്നു. പിള്ളേരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ ഓൾഡ് ടൗൺ ഭാഗങ്ങൾ സിറ്റി എല്ലാം കറക്കി കൊണ്ടുപോകാനായിട്ട് എൻ്റെ കസിൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതിനൊന്നും പോകുന്നില്ല. നമ്മൾ അവർ വൈകിട്ട് വന്ന് സ്റ്റേ ചെയ്യുന്ന അക്കോമഡേഷനിലോട്ട് പോവാം. അവിടെ ബാഗ് വെച്ചിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം കറങ്ങാനുള്ള പ്ലാനാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തിച്ചേക്കാം. വാവ്, പിങ്ക് കളർ പുറത്തിച്ചേക്കാം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമുക്ക് ടോക്കനുണ്ട്. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചായ, മുട്ട, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് സാധനങ്ങൾ അതൊന്നും എടുത്തില്ല. എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി. കാരണം ഇന്നലെ രാത്രി പക്ഷേ ഇവർ തന്ന ബിരിയാണി ഉണ്ടായിരുന്നു. ഗൈസ്, ബോൺ അപ്പറ്റൈറ്റ്. ഹൗസ് ദ ബ്രേക്ക്ഫാസ്റ്റ്? Better than my home? Nothing is better than your breakfast at your home. മുട്ട, ദോശ, പൂരി. രാവിലെ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. This is it's from another place. So there will be difference in taste. Yeah. Take some more. നിങ്ങൾ ഈ ട്രിപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നത്? മറ്റേ ആനന്ദം മൂവി ഇല്ലേ? എനിക്കില്ലേ എടാ ഉണ്ണിയപ്പം? ഇവരെ കണ്ടപ്പോൾ പിന്നെ രാവിലെ കണ്ടപ്പോൾ മറ്റേ തൊപ്പി ഇതൊക്കെ വെച്ച് ആനന്ദം മൂവിയിലെ ടൂർ പോലെ, ഗ്രൂപ്പ് ട്രിപ്പ് പോലെ ആ ഒരു സീൻ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. രാവിലെ ഉണ്ണിയപ്പം പോയി പൊളിക്കുക കേട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ട് കറക്കിയിട്ട് പൊളിക്കുക കേട്ടോ. നമ്മൾ ഇന്ന് വൈകിട്ട് അവിടെ സ്റ്റേയിലുണ്ടാവും. ഞങ്ങൾ പോയിട്ട് പൊളിക്കുക കേട്ടോ. നമ്മൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ചെക്ക് ചെയ്തു. നമ്മൾ ബസ്സിൽ കയറി ഇനി മഡ്ഗാവോയിലോട്ട് പോവാണ് കേട്ടോ. ലോക്കൽ ബസ്. ലെറ്റ്സ് ഗോ To the beach. to the beaches with the beaches. Let's go. Get away. നമ്മൾ ബസ്സിൽ പോവാണ്. ഇവിടെ നമ്മുടെ റഷ്യ എന്നുള്ള 2 പേരെ കണ്ടു കേട്ടോ. ഹായ്. ധാരാളം റഷ്യക്കാർ ഗോവയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗോവ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ വീടുകൾ, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്, നേച്ചറൊക്കെ കണ്ടില്ലേ. ഫൈനലി വി ആർ ഗോയിങ് ടു hitchhike with this. Maybe with this truck. Yeah, truck possibly. Nomad is hitching. Yeah, hitchhiking nomad is finally hitchhiking. Hike hitching. With the cuff. Chicken. Chicken hiking. നിർത്തുന്നു കേട്ടോ. Back, please. The car is boring, so not very interested, but still it's a taxi. ഇവിടെ ഗോവയിൽ ഫുള്ള് ടാക്സികളാണ് കേട്ടോ. യൂബറുകാരൊന്നുമില്ല, ഫുള്ള് പ്രൈവറ്റ് ടാക്സികൾ. ഭയങ്കര ഇതാണ്. വി ഗോ വിത്ത് ജനറേറ്റർ. മേ ബി ഒരു ജനറേറ്റർ വണ്ടിയായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷം ഹിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്. പ്ലീസ് ആരെങ്കിലും വരൂ. Here. No, he's not interested. നമ്മളങ്ങനെ ഫസ്റ്റ് വണ്ടി നമുക്ക് ലിഫ്റ്റ് അടിച്ച് കിട്ടിയത് ഒരു ആക്രി വണ്ടിയിലാണ് കേട്ടോ. വാട്ട്സ് യുവർ പ്രോബ്ലം? നമ്മൾ അടുത്ത ട്രക്ക് this way. Yeah. പുള്ളിക്കാരൻ നിർത്തുമെന്നാണ് തോന്നുന്നത്. Yes, let's go, come on. നിർത്തിയില്ല. നോ, സോഫി റോഡിൻ്റെ നടുക്ക് പോയി ഹിച്ചയ്ക്കാണ്. ഹലോ. നമ്മളങ്ങനെ ഒരു ഗുജറാത്തി ട്രക്കിൽ ലിഫ്റ്റ് കിട്ടി. വാ. आप किधर जा रहा है? ओके, उधर तक चलेगा. ओके. एकदम
You get the shoes there. God, it's so comfy. Yeah. Yeah. Can we put the shoes there? Come on. You need a hand? Okay. धन्यवाद भाई. आप गुजरात से हैं? वेलकम राजस्थान. मारवाड़ी. थोड़ा साइड He wants. നമ്മളങ്ങനെ ഏതോ ഒരു പാലത്തിൽ കൂടെ പോവാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ കാർ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോറി ഭയ്യ, കളിച്ച് കളിച്ച് വെള്ളം എല്ലാം ഇവിടെ ആയി. Oh my God. ഇവിടെ ഫുള്ള് വെള്ളമായി. അങ്ങനെ പുള്ളി പോയി. ഫസ്റ്റ് ട്രക്ക് എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ ഇനി പനാജി പോകുന്ന വഴി ഇങ്ങോട്ട് പോവാണ് കേട്ടോ, ബാഗ ബീച്ചിലോട്ട്. We are going to Baga. Baga. Yeah. Okay. You come to Maksa. Okay. Maksa. Thank you. Yes. Easy. Let's go. Yes. The wheelchair. Yeah. എനിക്ക് നല്ല ചെയർ കിട്ടി. നമ്മുടെ ഏതോ കേരളത്തിലുള്ള ഒരു മീൻ വണ്ടിയാണ് കേട്ടോ, KL84. നമ്മളെ വീഡിയോ എടുക്കുന്നത്. ഒരു ബൈക്കിൽ ചേട്ടൻ ചോദിക്കുകയാണ് ആക്സിഡന്റ് പറ്റിയാണത്. ഞാൻ പറഞ്ഞത് അതെ, ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണെന്ന്. ഇവിടെ രണ്ടെണ്ണം സൺബാത്ത് ചെയ്യുവാണ്. എൻ്റെ വീട്ടിലെ പഴം താണ്ട്. This is like the private. This is private. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബാഗയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മസാജ് ആണല്ലോ, തായ് മസാജ് ടാറ്റു സംഭവങ്ങളൊക്കെയാണ്. ഓൾമോസ്റ്റ് നല്ല ടയേർഡായിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഓൾറെഡി ഹോട്ടലുണ്ട് കേട്ടോ, നമ്മുടെ കോളേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ള. അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. ഫൈനലി നമ്മൾ അങ്ങനെ ഫാത്തിമയെ കണ്ടുപിടിച്ചു. ഫൈനലി വി ഫൗണ്ട് അവർ ഫാത്തിമ. 2 ഫാത്തിമയിൽ ഓടിപ്പോയി. നമ്മളിവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിള്ളേരൊക്കെ വരും. ഇവിടെ പൂളൊക്കെ ഉണ്ടല്ലോ, പൂളുണ്ട്. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഓ അങ്ങനെ വാവ് 2 ബെഡ്. നമ്മൾ പൂളിൽ നിന്ന് കുളിച്ചു റെഡിയായി. നമ്മളിവിടെ പൈനാപ്പിൾ കേട്ടോ. I kind of want this one. I'm still happy. അങ്ങനെ അവസാനം നമ്മൾ പൂളിലൊക്കെ കളിച്ചിട്ട് ബീച്ചിലോട്ട് പോകാനായിട്ട് വന്നതാണ്, ബാഗ ബീച്ചിലോട്ട്. You come back to party tonight? ഏതോ ഉത്തരേന്ത്യക്കാരോ ആരോ ആണ് കേട്ടോ. There is a shack, and you go. Get the phone out of your face. Thank you. നമ്മളിവിടെ ബാഗ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. ബാഗ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബാഗ ബീച്ച്. ലേഡീസ്, how are you feeling? I'm excited for the beach. Okay. I want to say something, but I don't want. Okay, whatever. You want to see the 2 bitches on the beach? No. The 3 bitches? No. So, yes. ഇതാണ് നമ്മുടെ ബാഗ ബീച്ച്. ഇവിടെ ഫുള്ള് ക്ലബ്ബുകൾ, ഇങ്ങനത്തെ കുറച്ച് ആഘോഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് കേട്ടോ. You have some future. Go news reading. Go read some news. You have some. ഞാൻ നമ്മുടെ ബീച്ച് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഷാക്കുകളും
സംഭവങ്ങളൊക്കെയാണ്. ഫുള്ള് രാത്രിയായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗങ്ങളെല്ലാം കൂടുതൽ ആക്റ്റീവ് ആവുന്നതും സംഭവങ്ങളെല്ലാം. ഇതാ നോക്കിയേ, ഇവിടെ ഫുള്ള് ഷാക്കുകൾ, ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ ഇവിടുത്തെ ഷാക്കുകൾ. പിന്നെ ഇതാ ഈ കാണുന്ന ഭാഗത്തോട്ട് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. How are you feeling? Oh my god, it's so beautiful. The water's so blue and it's clear. The sky is just so beautiful. The sand is so soft and Do you like this? ഏറ്റവും നോക്കി ഇവിടുത്തെ ബീച്ചിന്റെ അവസ്ഥ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോ ബീച്ച് ഒട്ടും കൊള്ളൂല. നോക്കിക്കേ ബീച്ചിന്റെ അവസ്ഥ. ഗോവയിലെ ബീച്ച് വലിയ രസമില്ല, പക്ഷേ സൗത്ത് ഗോവയിലൊക്കെ പോയാൽ അത്യാവശ്യം നല്ല ബീച്ച്. ബട്ടർഫ്ലൈ ബീച്ചൊക്കെ അത്യാവശ്യം നല്ല ബീച്ചാണ്. നമ്മുടെ വർക്കലയുടെ അത്ര അതൊന്നും ഇല്ല കേട്ടോ. ഗോവ എന്ന് പറഞ്ഞാൽ വെറും ജസ്റ്റ് ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നും കണ്ടില്ലേ. വാരണാസിയിലെ നമ്മൾ പുഴ കിടക്കുന്നില്ലേ, നമ്മുടെ ഗംഗാ നദി, അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ബാഗ് വെക്കാനായിട്ട് ബയ്യായും ദീദിയും സമ്മതിച്ചു. അതിന് പകരമായിട്ട് അവരുടെ കൂടെ ഉള്ള ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിച്ചു കേട്ടോ. आप किधर से हो? MP मध्य प्रदेश. ഇവിടെ പട്ടിയും പശുക്കളും ആയിട്ടാണ് കേട്ടോ കടി. ഇവിടെ അതിനിടയിൽ പോലീസ് ജീപ്പുമായിട്ട് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് ശൂളനും അടിച്ചോണ്ട് ഇവിടെ സത്യം പറയാലോ, ഇവിടെ വന്ന ആൾക്കാരെല്ലാം നിന്ന് ആക്ച്വലി ഇവര് ഇത്രയും നേരം ഇവിടെ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആൾക്കാർ ഫോട്ടോ എടുത്ത് ഹൗ ഡു യു ഫീൽ ലൈക്ക് യു നോ പീപ്പിൾ കമ്മിങ് ആൻഡ് ടേക്കിംഗ് പിക്ചർ? I think it's okay as long as they're respectful, and I think they should respect our boundaries, and most of them do. But how was your feeling? At some point I felt uncomfortable because people did not ask and were taking videos and pictures of us. That's not okay, but as long as they're asking and they're correct, it's okay for me. Yeah. I feel uncomfortable. Very uncomfortable, It's excessive, you know, and then once one person asks, then everyone comes, starts coming and looking. Again, they're curious and they're it's true. It's okay, but don't cross our boundaries without. അതായത് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുത്ത് അവർക്ക് തന്നെ ഒരുമാതിരിയാവും. പിന്നെ വേണ്ടാന്ന് പറഞ്ഞാലും വന്നിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുറച്ച് മലയാളി പയ്യന്മാർ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തു. എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നി കേട്ടോ. കാരണം മലയാളികൾ ആരും വന്നിട്ട് ഇവരങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഈവൻ ദോ അവർ ക്യൂരിയസ് ആണെങ്കിലും അവരുടെ കംഫർട്ട് സോൺ അല്ല എന്ന് വിചാരിച്ച് അവരാരും വന്ന് ഫോട്ടോ എടുക്കണമെന്ന്. ബാക്കി ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം അവരെടുത്ത് ഫോട്ടോ എടുക്കാനും വേണ്ടിയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അവർക്ക് തന്നെ എന്തോ പോലായി. അതേസമയം ഇവർക്ക് മനസ്സിലായി മലയാളികൾ വന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല, വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒന്നും മനസ്സിലായി. പിന്നെ വേറെ വീണ്ടും എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് കുറച്ച് മലയാളി പയ്യന്മാർക്ക് ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അനിയന്മാരെ നീ മനസ്സിലാക്കണം, കാരണം ഇവരൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുത്ത് നിങ്ങളും കൂടെ വന്ന് ഇവർ ചോദിക്കുമ്പോൾ അവർക്ക് മലയാളികളോടുള്ള ഒരു വില പോകും. കാരണം മലയാളികൾ കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. കണ്ടില്ലേ, ഇവിടെ തന്നെ ഇപ്പോൾ ചോദിക്കാതെ അതാണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ആൾക്കാരെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിൽക്കുവാണ്. ബട്ടർ ചിക്കൻ, ദാല്, അവർ എൻ്റെ കസിൻസ്, ഇവർ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകും.